വിശ്വാസികളുടെ അവലംബമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടുതൽ അടുക്കാനും ഉപരിക്തമായ പരിശുദ്ധ ശഅബാൻ നമ്മളിലേക്ക് ആഗതമാവുകയാണ്. ശഅബാൻ മാസത്തിന്റെ മഹത്വം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ ബഹുമാനത്തോടുകൂടി പറഞ്ഞതായി കാണാം. റജബുൽ ശഹറുല്ലാഹ് വശഅബാനു ശഹരി വറമളാനു ശഹറു ഉമ്മത്തി. റജബ് അല്ലാഹുവിന്റെ മാസമാണ്, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. ഇവ രണ്ട് മാസങ്ങൾക്കിടയിലുള്ള പരിശുദ്ധ ശഅബാൻ. റജബ് മഹത്വവൽക്കരിക്കപ്പെട്ട ഖുർആൻ ആദരിക്കപ്പെട്ട മാസമാണ്. റമളാൻ ഖുർആൻ അവതീർണമായ മാസമാണ്. ഈ രണ്ട് മഹത്വവൽക്കരിക്കപ്പെട്ട മാസങ്ങൾക്കിടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന മാസമാകുന്ന ശഅബാൻ, ആ ശഅബാൻ ശഹരി എന്റെ മാസമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ മാസമാണെന്ന് വെറുതെ പറഞ്ഞതല്ല. ശഅബാൻ മാസത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ അടുക്കാൻ അല്ലാഹു നിശ്ചയിച്ചു വെച്ച ഇബാദത്ത്. ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി മൻ അക്സറുഹും അലൈഹി അസ്സലാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ എന്റെ അടുത്ത് ഏറ്റവും അടുത്തുണ്ടാകുന്ന കക്ഷി മൻ അക്സറുഹും അലൈഹി അസ്സലാ, എന്റെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിച്ചവരായിരിക്കുമെന്ന് പഠിപ്പിച്ച ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വിശ്വാസിക്ക് കൂടുതൽ അടുക്കാൻ ഈ ഉമ്മത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച ഏറ്റവും വലിയ മഹത്വമുള്ള ഇബാദത്താകുന്ന സ്വലാത്ത്. ആ സ്വലാത്തിന്റെ കൽപ്പന ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ ശഅബാൻ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലമൂ തസ്ലീമാ. ഈ ആയത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ മുത്തുനബിക്ക് സ്വലാത്ത് ചെയ്യുന്നത്. ഈ ആയത്തിന്റെ പിൻബലത്തിലാണ് നമ്മൾ സലാം പറയുന്നത്. ഈ ആയത്തിറങ്ങിയ മാസം ഏതാണ്? അത് പരിശുദ്ധ ശഅബാൻ മാസത്തിലാണ്. അപ്പൊ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ എന്റെ മാസമാണെന്ന് വെറുതെ പറഞ്ഞതല്ല. ഒരു വിശ്വാസിക്ക് എന്നിലേക്ക് കൂടുതൽ അടുക്കാൻ ഇനിയുള്ള നേരാത്രങ്ങൾ സ്വലാത്ത് കൊണ്ട് മന്ത്രപൂരിതമായി ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് എന്റെ സമീപത്ത് കൂടുതൽ അടുക്കാൻ ഒരു വിശ്വാസി മത്സരിക്കേണ്ട മാസമാണ് പരിശുദ്ധ ശഅബാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, പരിശുദ്ധമായ ഗൗസുൽ ആലമിന്റെ ഖുതുബിയത്തിന്റെ മജ്ലിസിലേക്ക് ആവേശത്തോടുകൂടി വന്നെന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളടക്കം പറഞ്ഞത്, എല്ലാ വലികളും ഓരോ നബി വശി ഞാൻ എന്റെ സീബാവ കൽവശിയെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജീനാ മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ്. ഔലിയാക്കളുടെ നേതാവാണ്, ആരിഫീങ്ങളുടെ നേതാവാണ്, ലോകത്തെ ഏറ്റവും വലിയ ആത്മജ്ഞാനികളുടെ നേതാവാണ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആ തങ്ങൾ പോലും പറഞ്ഞത്, എന്റെ ഏറ്റവും വലിയ പിടിവള്ളി ആരാണ്? എന്റെ ഏറ്റവും വലിയ വസീല ആരാണ്? എന്റെ രക്ഷാകവചത്തിന്റെ ഏറ്റവും വലിയ കയറുകാരാണ് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ തങ്ങളിലേക്ക് ഒരു
വിശ്വാസിക്ക് അടുക്കാൻ പറ്റിയ മാസമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളെയുടെ സായം സന്ധ്യയില് സൂര്യാസ്തമനത്തോടെ ഖാദിമാർ മാസം ഉറപ്പിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്ന് മാത്രമല്ല, പരിശുദ്ധമായ ശഅബാനിന്റെ മഹത്വം പറയുന്ന വിഷയമല്ലെങ്കിലും ഞാൻ സൂചിപ്പിക്കുന്നു, സാന്ദർഭികമായി വന്നുപോയത് കൊണ്ട് ഞാൻ ഉറപ്പെടുത്തുകയാണ്. ശഅബാൻ മാസത്തിന്റെ മറ്റൊരു പവിത്രത എന്താണെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബ് തീരുമാനം പുനഃപരിശോധിച്ച മാസമാണ് പരിശുദ്ധ ശഅബാൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആദ്യമൊക്കെ മദീനയിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചത് മദീനയിൽ പോയവർക്കറിയാം. ഈ മദീനയിൽ പോയ ആൾക്കാരൊന്ന് കൈവന്നിച്ച് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് വീണ്ടും പോകാൻ തൗഫീഖ് നൽകട്ടെ. പോകാത്തവരെ എത്രയും പെട്ടെന്ന് അള്ളാഹു എത്തിക്കട്ടെ. തങ്ങള് വാപ്പ പോവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, മദീനയിൽ പോയാൽ പള്ളിയുണ്ട്, മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന പള്ളിയുടെ പേര്. ആ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചവരാണ് ഈ കൂട്ടത്തിലിരിക്കുന്ന പലരും. മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന് പറഞ്ഞാൽ ആ പള്ളിയുടെ പേര് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആദ്യകാലത്ത് അവിടുന്ന് ഖിബ്ലയായി അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തത് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസായിരുന്നു, മസ്ജിദുൽ അഖ്സയായിരുന്നു. നീണ്ട 10-16 മാസത്തോളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ നിസ്കാരങ്ങൾ നിർവഹിച്ചത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. പക്ഷേ മുത്തുനബിയുടെ കൽബിൽ ആഗ്രഹം വന്നുപോയി, പരിശുദ്ധ കഅബാലയം ഒന്ന് ഖിബ്ലയായിരുന്നുവെങ്കിൽ, പരിശുദ്ധമായ കഅബാലയം ഒന്ന് ഖിബ്ലയായിരുന്നുവെങ്കിൽ അവിടുത്തെ കൽബിന്റെ ആശ മനസ്സിലാക്കിയിട്ട് ഒരു വേള മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ വെച്ചുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ആയത്ത് ഓതി കൊടുക്കുന്നു, നബിയേ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാ, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഖിബ്ലയിലേക്ക് തിരിയാൻ ഓർഡർ വന്നിരിക്കുന്നു നബിയേ. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാ, അല്ലാഹുവിന്റെ ഇഷ്ടം ഹബീബിന്റെ ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടം അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളായി ഇഷ്ടം സമ്പാദിച്ചവരാണ് അല്ലാഹുവും അവന്റെ റസൂലുമെങ്കിൽ തങ്ങളുടെ മനസ്സിന്റെ താല്പര്യം മനസ്സിലാക്കിയിട്ട് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ഖിബ്ല മാറ്റം നടത്തിയിട്ട് കഅബാലയത്തിലേക്ക് ഖിബ്ലയുടെ മാറ്റം ഉണ്ടാക്കി കൊടുത്ത മാസമേതാണ്? നബിയുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് ഖിബ്ല മാറ്റം നടത്തിയ മാസമേതാണ്? അത് പരിശുദ്ധ ശഅബാൻ മാസത്തിലാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് പരിശുദ്ധ ശഅബാൻ കടന്നുവരലോടുകൂടെ ഇനി നമ്മുടെ ചുണ്ടുകളിൽ ഹബീബിന്റെ സ്വലാത്തിന്റെ മന്ത്രധ്വനികൾ ധാരാളം ഉയരണം. ഇന്നുവരെ 100 സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട് പതിവായിട്ട്. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് 200 ശ്രമിക്കണം. 200 ചെല്ലുന്നവർ 300 ശ്രമിക്കണം. സ്വലാത്ത് കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അടുക്കണം. ഇന്ന ഔലൻ നാസി യൗമൽ ഖിയാമത്തി من نكسرهم علي صلاة. നാളെ ആഖിറത്തിൽ എന്റെ സമീപത്ത് ഏറ്റവും അടുത്തുണ്ടാകുന്നവർ എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുത്തായ തങ്ങളെ ചാരത്ത് നമുക്കൊന്ന് ചെല്ലണം. ആ ഹബീബിന്റെ കൈയൊന്ന് പിടിച്ച് ശഫാഅത്ത് ചോദിക്കണം. അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ ഒന്ന് വാങ്ങി കുടിക്കണം. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് സ്വർഗ്ഗത്തിലേക്കൊന്ന് കടക്കണമല്ലാ. ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ, അവസരം തരണേ അല്ലാ. ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ ഖൽബിൽ ഹബീബിനോടുള്ള ഇഷ്ക് വർദ്ധിക്കാൻ ഈ സദസ്സൊരു കാരണമാക്കി തരണം അല്ലാ.